MLA ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് കെട്ടണമെന്ന് പറഞ്ഞിട്ടല്ല. മുനിസിപ്പാലിറ്റി ഒരു തവണ പോലും നമ്മളോട് ഏതെങ്കിലും ഒരു ഫണ്ടിന് ഇന്ന് വരെ ആവശ്യപ്പെട്ടില്ല. ഈ MLA മൈക്കടന്നുകൊണ്ട് വേറൊരു MLA കൊണ്ടുവന്നാണ് അവിടെ പരിശോധന നടത്തിയത്. മുനിസിപ്പാലിറ്റി ഒരു സ്വതന്ത്ര ഏജൻസിയാണെന്ന് അതെനിക്ക് പുതിയ അറിവാണ്. വടകരയ്ക്ക് വേണ്ടി MLA എന്ന നിലയിൽ ഒന്നും ചെയ്തില്ലെന്ന LDF നേതാക്കളുടെ ആരോപണത്തിന് മറുപടിയുമായി KK രമ. CPM നേതാക്കൾ വസ്തുത പരിശോധിച്ച ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും KK രമ MLA പറഞ്ഞു. കടൽഭിത്തി നിർമ്മാണ സമയത്ത് രക്തസാക്ഷിത്വം തകർക്കേണ്ട ആവശ്യം MLAക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മീറ്റ് വളരെ രസകരമായൊരു പത്രസമ്മേളനമായിട്ടാണ് എനിക്കത് തോന്നിയത്. CPMൻ്റെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പം കുറച്ചുകൂടി ആധികാരികമായ വിവരങ്ങൾ എടുത്ത് സംസാരിക്കുന്നതാണ് ഗുണപ്രദമാവുന്നത്. അതായിരിക്കും നന്നാ. വസ്തുതകളായിട്ട് പറയേണ്ടതാണ്. അതിൽ പറഞ്ഞ വടകരയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ വടകരയുടെ പ്രത്യേക ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമാറാമേത്. ഈ 5 വർഷവും ഞാൻ വടകരയ്ക്ക് വേണ്ടി കൊടുത്തത് അതിലൊന്ന് വടകര കടൽഭിത്തിക്ക് വടകര മാത്രം 18 കോടിയാണ് നമ്മൾ അനുവദിച്ചത്. ആയുർവേദ ആശുപത്രിക്ക് 50 ലക്ഷം, OBC തോട് 1.7 കോടി, MC കനാൽ അക്ലോത്ത് നട 2 കോടി, വടകര പോളിടെക്നിക് 50 ലക്ഷം, ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ 1.2, പുത്തൂർ ഹൈസ്കൂൾ 45 ലക്ഷം, ഫാമിലി കോർട്ട് 9 കോടി, പ്രീമെട്രിക്ക് 5 കോടി, ഫയർ സ്റ്റേഷൻ 10 ലക്ഷം എന്ന് പറഞ്ഞ് ഞാനിത് തരാം. 106 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ വടകരയിൽ മാത്രമാണ്. വടകര മുനിസിപ്പാലിറ്റിയിലെ മാത്രം വികസനമാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ. ഇതിവിടെ വന്നത് മുഴുവൻ നേരത്തെ അനുവദിച്ച് ഈ 18 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് നമുക്ക് തന്നതല്ല. ഞാൻ 2008 മുതലുള്ള ബഡ്ജറ്റ് വർക്കുകളൊക്കെ പരിശോധിച്ച് ആ സമയത്ത് അനുവദിച്ചത് ലാപ്സായി പോയത് അത് കണ്ടെത്തി സർക്കാരിൻ്റെ അടുത്ത് പോയി സമീപിച്ച് നിരന്തരമായ ഇടപെടൽ. നമുക്ക് ലാപ്സായി പോയി എന്നാണ് വിചാരിച്ചത്. പിന്നീട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളത് ഒന്നുകൂടി അപേക്ഷ തരൂ, നമുക്കൊന്ന് പരിശോധിക്കാൻ, വർക്ക് മാറ്റി തരൂ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ പഴയ വർക്ക് ലാപ്സായി പോയ വർക്ക് കണ്ടെത്തി കൊടുത്തിട്ടാണ് ഈ 18 കോടി നമുക്ക് കടൽഭിത്തിക്ക് വടകരയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ നമ്മൾ കണ്ടെത്തി കൊണ്ടുവന്നതാണ്. അത് ഗവൺമെൻറ് പ്രത്യേകമായിട്ട് തന്നതല്ല. അങ്ങനെ ഓരോ വർക്കുകളും ഈ ഞാൻ നേരത്തെ പറഞ്ഞ റവന്യൂ ടവർ ആയാലും ഫാമിലി കോർട്ട് ആയാലും ഇതൊക്കെ ഫയലുകൾ മുങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഫയലൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് നടത്തിയ ഒരു വലിയ പരിശ്രമമുണ്ട്. അതൊക്കെ വടകരയ്ക്ക് വേണ്ടിയിട്ടാണ്. വടകരയ്ക്ക് നിരവധി പ്രവർത്തനങ്ങൾ വടകരയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പ്രീ മെട്രിക് ഹോസ്റ്റലൊക്കെ ആ ഫയൽ 2016 ഭൂമി കൈമാറിപ്പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റവന്യൂവിൽ നിന്ന് ഇറിഗേഷനിൽ നിന്ന് റവന്യൂവിലേക്ക് മാത്രം കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഈ SC/ST വകുപ്പിലേക്ക് കൈമാറുന്നത് മുതൽക്കുള്ള നിരന്തരമായൊരു ഇടപെടലുണ്ട്. ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകര ആയുർവേദ ആശുപത്രിക്ക് 50 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിടം പൂർത്തിയാക്കി അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പേവാർഡ് ഉൾപ്പെടെ ഇതൊക്കെ മുനിസിപ്പാലിറ്റിയിൽ വരുന്നതാണ്. അക്ലോത്ത് നട നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം. MC കനാൽ അത് മാലിന്യം നിറഞ്ഞ് വെള്ളം ഒഴുക്കില്ലാതെ മഴക്കാലത്ത് ഫുൾ വെള്ളം നിറഞ്ഞ് ആ സ്കൂളുകളിലേക്കൊന്നും പോകാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ടായിരുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ വീടുകളൊക്കെ വെള്ളം കയറിയിരുന്നു. ഈ കഴിഞ്ഞ മഴയത്ത് ഒരു തുള്ളി വെള്ളം പോലും അവിടെ കയറുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് ആ കനാൽ നവീകരിച്ചതിൻ്റെയും ആ സൈഡ് കെട്ടിയതിൻ്റെയും ഭാഗമായിട്ടാണ്. അത്തരത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തത് ഇത്തരം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ജലസ്രോതസ്സുകൾ നിലനിർത്തുക എന്നതും വീടുകളിലേക്കുള്ള ബുദ്ധിമുട്ടുകളും വെള്ളം കയറുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായ പരിഗണന കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാകും, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ബഡ്ജറ്റ് പ്രപ്പോസലായിട്ട് നമ്മൾ ഇത്തരം തോടുകളുടെ നവീകരണത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെച്ചത്. അതിനുള്ള ഫണ്ടാണ് അനുവദിച്ചത്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്നാണ്. ബഡ്ജറ്റിൽ 20 വർക്കിനാണ് നമുക്കോട് പറയുക 20 വർക്ക് തരണം എന്നാണ് പറയുക. ആ 20 വർക്ക് നമ്മൾ കൊടുത്ത് മന്ത്രിയുടെ അടുത്ത് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മേലെ നിരവധി പ്രാവശ്യം നമ്മൾ പോയി ഇറങ്ങും. മിനിസ്റ്റർ പ്ലീസ് ഇതും കൂടെ ഞങ്ങളെ മണ്ഡലത്തിൽ തരണം, ഇത്രയും വർക്ക് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പല പ്രാവശ്യം പോകും. പക്ഷേ അതിൽ കാണിക്കുന്നൊരു വിവേചനം എന്ന് പറയുന്നത് ഭരണപക്ഷ MLAമാർക്ക് 10 കോടിയിലധികം രൂപയും പ്രതിപക്ഷ MLAമാർക്ക് 5 കോടി മാത്രമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ അനുവദിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വടകരയും 5 കോടി മാത്രമേ എല്ലാ വർഷവും അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ കുറ്റ്യാടി മണ്ഡലമായാലും നാദാപുരമായാലും കൊയിലാണ്ടി ആയാലും ഒക്കെ 10ഉം 15ഉം 16ഉം 17ഉം കോടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യത്താണ് 13 കോടി 11 കോടിയുടെ ഒരു കണക്ക് മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം വിട്ടത്. അത് ഇവിടെ മാത്രമുള്ളത്, അത് എല്ലാ സ്ഥലത്തും ഇതാണ് അനുഭവം. അത് അവരുടെ ഒരു പോളിസിയാണ്. പ്രതിപക്ഷ MLAമാർക്ക് അത്രയേ കൊടുക്കാറുള്ളൂ. ചോദിക്കാത്തത് കൊണ്ടല്ല, ചോദിച്ചാലും അവർ അത്രമാത്രമേ തരുള്ളൂ. അത് തരുന്നത് അപ്പം തീർച്ചയായിട്ടും അത് വടകര മണ്ഡലത്തിനോടുള്ള അവഗണനയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. MLA ഒക്കെ അല്ലല്ലോ, മണ്ഡല
മണ്ഡലത്തിലാണല്ലോ കൊടുക്കുന്നത്. MLA ചോദിച്ചാൽ തരണ്ടേ വടകരയ്ക്ക്? അപ്പം ഇതെല്ലാം നമ്മൾ കൊടുത്തതാണ്, പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പറയുന്നതിൽ യാതൊരു വസ്തുതയും ഇല്ല. അല്ല, ആരോപണം ആർക്കും എന്ത് ഉന്നയിക്കാമല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊടുത്ത പ്രപ്പോസലുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം. 20 വർക്കുകൾ ഞാൻ കൊടുത്തതിൽ 2 വർഷത്തെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 വർഷവും ഈ പറഞ്ഞ നമുക്ക് വടകരയ്ക്ക് മാത്രം പ്രത്യേകമായിട്ട് ചോദിച്ചെന്നറിയോ. ഒന്ന്, വടകരയിൽ ടൂറിസത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രാധാന്യം. വടകരയിൽ നമുക്ക് ഈ സാൻഡ് ബാങ്ക്സ്, അതുപോലെ തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം, മിനി ഗോവ ഉൾപ്പെടെ ബന്ധപ്പെടുത്തി ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കണമെന്ന് നമ്മൾ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രിയെ കണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. നിയമസഭയിൽ ഇതിൻ്റെ ഭാഗമായി സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു പ്രധാന കാര്യം വെള്ളിയാങ്കല്ല്. ആ വെള്ളിയാങ്കല്ലിലേക്ക് ഒരു അത് സത്യത്തിൽ ഏറ്റവും നല്ല ടൂറിസം സാധ്യതയുള്ളൊരു പ്രദേശമാണ്. നമുക്ക് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയെക്കാട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളിയാങ്കല്ല്. അത് നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഏത് മിനിസ്ട്രി ആയാലും അതൊന്ന് കൊണ്ടുവരണമെന്നത് വടകരക്കാരുടെ ഒരു പ്രധാന ആവശ്യമാകണം എന്നുള്ളതാണ് എനിക്ക്. നിങ്ങൾ പത്രക്കാർ ആ കാര്യത്തിൽ ഒന്ന് എടുക്കണം. കാരണം അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത, അവിടെ പോയിട്ട് പരിശോധിച്ച ആളുകളൊക്കെ പറഞ്ഞ ഇത്രയും സാധ്യതയുള്ളൊരു സ്ഥലമില്ല. അത്രയേറെ വിസ്തരിച്ച കല്ലുകളാണുള്ളത് അവിടെ. അപ്പോൾ അത് നല്ലൊരു സർക്യൂട്ടാക്കി വടകരയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിന് വരുമാനമുണ്ടാക്കും, വടകര വികസിക്കുന്നൊരു വലിയ ഭാഗമാകും. ആ വെള്ളിയാങ്കല്ലിന് വേണ്ടി എല്ലാ വർഷവും നമ്മൾ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ വെള്ളിയാങ്കല്ലിന് ആ ഒരു തുക 100 രൂപ ടോക്കൺ അനുവദിക്കുകയല്ലാതെ മറ്റൊന്ന് നമുക്ക് അനുവദിച്ചു തന്നില്ല. മറ്റൊന്നായിരുന്നു നമ്മുടെ വടകരയിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്. നമുക്കറിയാം ഏത് സമയം ഇടിഞ്ഞു വീഴാറാകുന്നൊരു കെട്ടിടമാണ്. ഈ പ്രാവശ്യം പ്രാഥമികമായിട്ട് 1ാം ഘട്ടം എന്ന നിലയ്ക്ക് 10 കോടി രൂപയെങ്കിലും അനുവദിച്ച് തരണം, അതൊന്ന് മാറ്റിപ്പണിയാൻ എന്ന് ഞാൻ മിനിസ്റ്ററെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നമുക്കത് അനുവദിച്ച് തന്നില്ല. അത് വടകരയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ വടകരയുടെ സമഗ്രമായ ഒരു അഴുക്കുചാൽ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു 50 കോടി നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു മിനിസ്റ്ററോട്. പക്ഷേ അത് തന്നിട്ടില്ല. ഇതൊക്കെ വടകരയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞതാണ്. അത് തരാത്തതിന് സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. അതിലപ്പുറത്തേക്ക് അവർ തരാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ വടകരയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അതുപോലെ വടകരയിൽ കോടതി കെട്ടിടത്തിൻ്റെ ആ സ്റ്റാഫ് ക്യാൻറ്റീനും അഡ്വക്കേറ്റ് ക്ലർക്ക് റൂമും ഉൾപ്പെടെയുള്ളത് മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടൊരു ഫണ്ടിന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ചോറോട് ഏറാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന NC കനാലിൻ്റെ പുനരുദ്ധി ഇപ്പം ഒരു 2 കോടിയുടെ വർക്കേ, ബാക്കി ഒരുപാട് ഭാഗം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കിയാലേ ആ പ്രദേശങ്ങൾക്ക് നമുക്കൊരു രക്ഷയുണ്ടാവും. ഒരുപാട് വീടുകൾ രക്ഷപ്പെടും. ഒരു പ്രദേശത്തെ കംപ്ലീറ്റ് മാലിന്യമുക്തമാക്കിയിട്ട് വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് ആ NC കനാൽ നവീകരിച്ചു കഴിഞ്ഞാൽ. ആ NC കനാൽ നവീകരണത്തിന് നമ്മളെല്ലാ ബഡ്ജറ്റിലും നമ്മൾ ഫണ്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ നമുക്ക് ഫണ്ട് അനുവദിച്ചതല്ല. ഇങ്ങനെ 20ഓളം വർക്കുകൾ നമ്മൾ എല്ലാ വർഷവും മിനിസ്റ്റർക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇത് നമ്മൾ ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നതിൽ അടിസ്ഥാനവുമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എല്ലാ വർഷവും നമ്മൾ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ നമുക്ക് അനുവദിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാനവിടെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ 2-3 യോഗത്തിന് ഇപ്പം ഇതുവരെ പങ്കെടുത്തു. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ കയറിയിട്ടേ ഇല്ലായിരുന്നു MLA എന്ന നിലയ്ക്ക്. ഞാനതിനെ കുറ്റപ്പെടുന്നില്ല. കയറുന്ന ചെയർപേഴ്സണൊന്നും ഞാൻ അങ്ങനെ പറയാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല ചെയർപേഴ്സണായിരുന്നു. അവർക്ക് പാർട്ടിയുടെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് വിളിക്കാതിരുന്നു എന്ന് മാത്രമേ ഞാൻ അതിനെ കരുതുന്നുള്ളൂ. പാർട്ടിയാണ് നിയന്ത്രിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരിമിതി ഉള്ളത് കൊണ്ടാണ് എന്നെ വിളിക്കാതിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ MLA പങ്കെടുത്തിട്ടില്ല ഏതെങ്കിലും എന്ന് അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ മുനിസിപ്പാലിറ്റി വിളിച്ചിട്ട് പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു പരിപാടി അവർക്ക് കാണിച്ചു തന്നാൽ ഞാൻ അതിന് മറുപടി അറിയാം. ഒരു പരിപാടിക്ക് മുനിസിപ്പാലിറ്റി വിളിച്ചിട്ട് പങ്കെടുക്കാത്ത ഒരു പരിപാടിയും MLA എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയിൽ അവർ MLA വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് പറയുന്നൊരു കാര്യം, മുനിസിപ്പാലിറ്റി ഒരു സ്വതന്ത്ര ഏജൻസിയാണെന്ന്. അതെനിക്ക് പുതിയ അറിവാണ്. മുനിസിപ്പാലിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് സ്വതന്ത്ര ഏജൻസികളാവുക? അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നതിനൊരു പ്രോട്ടോക്കോൾ ഇല്ല എന്നാണ്. ഈ പ്രോട്ടോക്കോൾ ലംഘിച്ചിട്ട് ഞാനൊരു 3 കത്ത് തദ്ദേശ മിനിസ്റ്റർക്കും സ്പീക്കർക്കും കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ അവകാശ ലംഘനമായിട്ടും അതുപോലെ തന്നെ പ്രോട്ടോക്കോൾ ലംഘിക്കുന്നു. അതിന് തന്ന മറുപടി, അതിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഇത് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് പരിശോധിക്കാൻ തരാം. ഒരു കാരണവശാലും ഇത് ലംഘിക്കാൻ പാടില്ല. MLA-മാർക്ക് കൊടുക്കേണ്ടത് MLA-മാർക്ക് കൊടുക്കണം എന്നുള്ളത് അത് ഏത് MLA നിലയ്ക്ക്, പാർട്ടിയല്ല. അതിവിടെ മാത്രമല്ല, അതിന് പ്രത്യേകം സർക്കുലർ
സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ഈ സർക്കുലർ പ്രകാരമാണ് ഇതാണ് ഇതിൻ്റെ പ്രോട്ടോക്കോൾ. ഏത് പ്രോട്ടോക്കോൾ? ഒരു പ്രോട്ടോക്കോളും ഇല്ല എന്നാണ് പറഞ്ഞത്. ആ പ്രോട്ടോക്കോൾ നോക്കാൻ അതിൻ്റെ ആളുകളോട് ഞാൻ ഗവൺമെൻറ് GO 141/2012 GAD എന്ന ഒരു സർക്കുലർ നമ്പർ ഇത് സൈറ്റിൽ കിട്ടും. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. CPM നേതാക്കന്മാർ ഇത് പരിശോധിക്കുന്നത് കൂടി നന്നാവും എന്നാണ് എനിക്കൊന്ന് പറയാനുള്ളത്. MLA-യുമായി ബന്ധപ്പെട്ട് പ്രോട്ടോക്കോൾ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം, കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അവർ നേതാക്കന്മാർ ഉന്നയിച്ച ഒരു കാര്യം, നാരായണ നഗറിന് വേണ്ടിയിട്ട് MLA ഒന്നും ചെയ്തിട്ടില്ല. നാണുവേട്ടൻ വളരെ പരിശ്രമ ഫലമായിട്ട് കൊണ്ടുവന്ന ഒരു നാരായണ നഗർ ഇൻഡോർ സ്റ്റേഡിയം മാത്രമാണ്. അതിൻ്റെ പിന്നീടുള്ള ഘട്ടം കടം വാങ്ങിയാണ് ചെയ്യുന്നത് എന്നാണ് പിന്നെ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ഗോപാലൻ മാഷ് പറഞ്ഞത്. അദ്ദേഹം എങ്ങനെയാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എവിടെ നിന്നാണ് അത് കടം വാങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ചും എനിക്കൊരു ധാരണയുമില്ല. ഏതായാലും അതിൻ്റെ ഫസ്റ്റ് ഫേസ് 16 കോടി കഴിഞ്ഞ് അത് നാണുവേട്ടൻ തന്നെയാണ് നേരത്തെ അത് മുൻ MLA എന്ന അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 16 കോടിയുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. പക്ഷേ അത് പൂർത്തിയാക്കണമെങ്കിൽ സെക്കൻഡ് ഫേസ് എന്ന നിലയ്ക്ക് അതിൻ്റെ ഫ്ലോറിങ്ങും അതിൻ്റെ ടൈലിങ്ങും കുറേ വർക്ക് കൂടി അതിന് ആവശ്യമാണ് എന്നുള്ളത് നമ്മളെ അറിയിച്ചത് ഞാൻ ഇതിൻ്റെ മീറ്റിംഗ് ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചു ചേർത്ത സമയത്ത് സ്പോർട്സ് കേരളയിലെ ആളുകൾ നമ്മളോട് പറഞ്ഞു ഫണ്ട് വേണമെന്നുള്ളത്. അല്ലാതെ മുനിസിപ്പാലിറ്റി ഒരു തവണ പോലും നമ്മളോട് ഏതെങ്കിലും ഒരു ഫണ്ടിന് ഇന്ന് വരെ ആവശ്യപ്പെട്ടില്ല. MLA മുനിസിപ്പാലിറ്റിക്ക് ഏതെങ്കിലും ഒരു ഫണ്ട് നമുക്കത് പോയിട്ട് വാങ്ങാം, മുനിസിപ്പാലിറ്റിക്ക് ഇന്നൊരു ഫണ്ട് വേണം, ഇന്ന പ്രവർത്തനം വേണം എന്ന് മുനിസിപ്പാലിറ്റി ഇന്ന് വരെ ഒരു MLA എന്ന നിലയ്ക്ക് എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ തന്നിട്ട് ഈ പ്രപ്പോസലിന് ഫണ്ട് വേണം എന്ന് പറയുകയാണല്ലോ സാധാരണ ചെയ്യുക. ഇപ്പോൾ ചോറോട് ഗ്രാമപഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നത്. പക്ഷേ ചോറോട് ചന്ദ്രശേഖരൻ മാഷ് ആവശ്യപ്പെട്ട 1-2 പദ്ധതികൾ, ഒന്ന് അവിടെ ഒരു കല്ലറക്കൽ തോടിൻ്റെ ആവശ്യപ്പെട്ടിരുന്നു, അവിടെ PHSക്ക് ഒരു കെട്ടിടത്തിന് ആവശ്യപ്പെട്ടിരുന്നു. ഈ 2 ഫണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞതാണ്. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു റിക്വസ്റ്റ് എനിക്ക് MLA നിലയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നമ്മളത് മീറ്റിംഗ് വിളിച്ചപ്പോൾ ഇതിന് ഈ ഫണ്ടും കൂടി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കിഫ്ബിയെ സമീപിച്ചു. 6 കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് തന്നത് സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. അപ്പോൾ 6 കോടി കൂടി വേണം എന്നുള്ളത് കൊണ്ട് നേരത്തെ അത് എടുത്തത് കിഡ്ക്കാണ്, പിന്നീട് SKF ആണ് അത് സെക്കൻഡ് ഫേസിന് തന്നത്. 6 കോടി നമ്മൾ കിഫ്ബിക്ക് സമർപ്പിച്ചു, നിരവധി തവണ ബന്ധപ്പെട്ടു. പക്ഷേ 4 കോടി തരാൻ അവരെ എസ്റ്റിമേറ്റും എല്ലാം തയ്യാറാക്കിയാൽ ബുദ്ധിമുട്ട് എന്നറിഞ്ഞു. അവസാനം 4.5 കോടി രൂപ അനുവദിച്ചു. ടെൻഡറായി എല്ലാം കഴിഞ്ഞു, പണി തുടങ്ങുകയാണ് അവിടെ. ആ 4.5 കോടിയുടെ വർക്ക് 3.54 കോടിക്ക് ULCC എടുത്ത് അവരാണ് ഇപ്പം അതിൻ്റെ വർക്ക് നടത്തുന്നത്. അപ്പം കടമെടുത്തത് എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല. ഇപ്പം സെക്കൻഡ് ഫേസ് നടത്തുന്നത് കിഫ്ബിയുടെ ഫണ്ടാണ്. അത് നമ്മൾ കൂടി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ട് കിട്ടിയൊരു ഫണ്ടാണ്. അപ്പം ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ CPM നേതാക്കന്മാർ ആ പത്രസമ്മേളനം നടത്തിയത്. എനിക്ക് MLA-ക്കെതിരെ പറയേണ്ടത് കൊണ്ടായിരിക്കാം പറഞ്ഞത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് നാരായണ നഗരത്തിൻ്റെ അവസ്ഥ. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഭാസ്കരൻ മാഷ് പറഞ്ഞൊരു കാര്യം, കടൽഭിത്തി അവിടെ രക്തസാക്ഷി സ്തൂപത്തിൻ്റെ ബാക്കിൽ അത് പൊളിഞ്ഞു പോട്ടെ എന്ന് MLA വിചാരിച്ചു. അതുകൊണ്ട് അതിന് ഫണ്ട് വെച്ചില്ല എന്ന്. വടകര 18 കോടിയുടെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നതും അതിൻ്റെ ഇത് കൊടുക്കുന്നതും. MLA ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് കെട്ടണമെന്ന് പറഞ്ഞിട്ടല്ല. ഇത്രയും സ്ഥലത്ത് നമ്മൾ കടൽ ക്ഷോഭമുണ്ടാകുമ്പോൾ വീടുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകും, താമസിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ആ സ്ഥലങ്ങളിലാണ് ഇറിഗേഷൻ അവരാണ് എസ്റ്റിമേറ്റ് കൊടുക്കുന്നത്. അതിൽ MLA ഇത് ഒഴിവാക്കണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല കൊടുത്തത്. സത്യത്തിൽ സർക്കാരാണല്ലോ, LDF സർക്കാരല്ലേ ഭരിക്കുന്നത്. LDF സർക്കാർ അവിടെ ഫണ്ട് കൊടുക്കണം. രക്തസാക്ഷി സ്തൂപം സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പെടാപ്പാട് പെടണ്ടല്ലോ. കഴിഞ്ഞ ലാപ്സായി പോയ ഫണ്ടെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരുമല്ലോ. എന്താ സർക്കാർ ചെയ്തത്? സർക്കാർ ഏതെങ്കിലും ഒരു ഫണ്ട് തന്നോ? CPM നേതാക്കന്മാർ അതിനുവേണ്ടി എത്ര ബന്ധപ്പെട്ടു എനിക്കറിയില്ല. ആ രക്തസാക്ഷി സ്തൂപം ഒരു MLA TP രാമകൃഷ്ണൻ MLA അവിടെ കൊണ്ടുവന്നിരുന്നു, പരിശോധന നടത്തി ഫണ്ട് അനുവദിക്കുമെന്ന് പറയുന്നു. ആ ഫണ്ട് അനുവദിച്ചോ? ഈ MLA മൈക്കടന്നുകൊണ്ട് വേറൊരു MLA കൊണ്ടുവന്നാണ് അവിടെ പരിശോധന നടത്തിയത്. ഈ MLA-യുടെ അടുത്ത് അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പം നമ്മളതല്ല, അതും കൂടി സംരക്ഷിക്കണം എന്നുള്ളത് ഒരു സംശയമില്ലാത്തതാണ്. അത് പകുതി വില പോയിട്ടുണ്ട്, അതും കൂടി സംരക്ഷിക്കണം. ഫണ്ട് കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതുകൂടി സംരക്ഷിക്കും. ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്തത് വീടുകൾക്കാണ്. വീടുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് എന്നുകൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.